നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇതാ ലോകകപ്പിൽ വീണ്ടും ഒരു ആവേശ സമനില കൂടി. ഇറാനും ന്യൂസിലാൻഡും ഈ 2 ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. അത്യന്തം ഗംഭീരമായ ഒരു മത്സരമായിരുന്നു. ഇരു ടീമുകളും 2 ഗോൾ വീതം അടിച്ചു. ന്യൂസിലാൻഡ്, പ്രത്യേകിച്ച് പറയണം, ന്യൂസിലാൻഡ് തകർപ്പൻ കളിയാണ് കളിച്ചത്. അവർ ലോകകപ്പുകളിലെ തങ്ങളുടെ ആദ്യത്തെ വിജയം നേടുമെന്ന് തന്നെ കരുതി പോയി ആരാധകർ. പക്ഷേ ഇറാൻ 2 തവണയും മത്സരത്തിൽ 2 തവണയും പിറകിൽ നിന്ന ശേഷം ഒപ്പമെത്തുകയായിരുന്നു. 2 തവണയും തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇറാൻ ഒപ്പമെത്തുക തന്നെയായിരുന്നു. ന്യൂസിലാൻഡിനൊപ്പം എത്താൻ അവർ വല്ലാതെ കഷ്ടപ്പെട്ടു. ഇറാൻ ഈ മത്സരത്തിൽ തീർച്ചയായിട്ടും ഇറാനായിരുന്നു കൂടുതൽ മേധാവിത്വം പ്രവചിച്ചിരുന്നത്. പക്ഷേ ന്യൂസിലാൻഡ് ഒട്ടും വിട്ടുകൊടുത്തില്ല. അതിഗംഭീരമായിട്ട് അവർ കളിച്ചു. കളിയുടെ 7ാമത്തെ മിനിറ്റിൽ തന്നെ എലീജ ജസ്റ്റ് എന്ന കളിക്കാരൻ ന്യൂസിലാൻഡിനെ 7ാമത്തെ മിനിറ്റിൽ തന്നെ മുന്നിലെത്തിച്ചു. പിന്നീട് 32ാമത്തെ മിനിറ്റിലാണ് ഇറാൻ തിരിച്ചടിച്ചത്. റസയാനിലൂടെ 32ാമത്തെ മിനിറ്റിൽ ഒപ്പമെത്തി ഇറാൻ. തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ഒടുവിലായിരുന്നു ഇറാൻ്റെ ഈ ഗോൾ. പിന്നീട് ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോളുകളൊന്നും അടിച്ചില്ല. രണ്ടാമത്തെ പകുതിയുടെ 55ാമത്തെ മിനിറ്റിൽ, അതായത് 2ാം പകുതി 10ാമത്തെ മിനിറ്റ്, മൊത്തം മത്സരത്തിൻ്റെ 55ാമത്തെ മിനിറ്റിൽ എലീജ ജസ്റ്റ് വീണ്ടും ഗോൾ അടിച്ചു. അതിൻ്റെ 2ാമത്തെ ഗോൾ അടിച്ച് ന്യൂസിലാൻഡിന് അവരുടെ സ്വപ്നം, ഒരു വിജയം ലോകകപ്പിൽ എന്നത് യാഥാർത്ഥ്യമാക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ 9 മിനിറ്റ് ആ ലീഡ് നിലനിന്നുള്ളൂ. 64ാമത്തെ മിനിറ്റിൽ ഇറാൻ വീണ്ടും തിരിച്ചടിച്ചു. 2-2 ഒപ്പമെത്തി. ഇറാൻ്റെ മൊഹേബിയാണ് ഇറാന് വേണ്ടി 2ാമത്തെ ഗോൾ അടിച്ച് ന്യൂസിലാൻഡിനൊപ്പം എത്തിയത്. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും പ്രത്യാക്രമണങ്ങൾ നടത്തിയെങ്കിലും ഗോളടിക്കാൻ കഴിഞ്ഞില്ല. മത്സരം ഇഞ്ചുറി ടൈമിലും അതിശക്തമായ പോരാട്ടം നടന്നു. പക്ഷേ ഇരു ടീമുകൾക്കും വീണ്ടും ഗോളടിക്കാൻ കഴിഞ്ഞില്ല. മത്സരം സമനിലയിൽ അവസാനിച്ചു. 2 ടീമുകളും ഓരോ പോയിന്റ് നേടി. തീർച്ചയായിട്ടും ഈ മത്സരം ന്യൂസിലാൻഡിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. അതേസമയം ചെറിയൊരു നിരാശ അവർക്കുണ്ടാകാം. ഈ കളി ജയിക്കാമായിരുന്നു, പക്ഷേ സമനിലയിൽ ഒതുങ്ങി എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം മാത്രമേ ഉണ്ടാകൂ. കാരണം ന്യൂസിലാൻഡിൻ്റെ അടുത്ത് തോൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെയായിരിക്കണം ഇറാൻ കരുതുന്നത്. ഇറാന് മേധാവിത്വം പ്രവചിക്കപ്പെട്ട ഒരു മത്സരത്തിൽ ഇറാനേക്കാൾ ന്യൂസിലാൻഡ് മികച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ലോകകപ്പ് എല്ലാ അർത്ഥത്തിലും, ഇപ്പോൾ ഇന്നലെ കേപ്പ് വെർദെ സ്പെയിനെ സമനിലയിൽ പിടിച്ചു, പിന്നെ സൗദി അറേബ്യ ഉറുഗ്വയെ സമനിലയിൽ പിടിച്ചു, ഈജിപ്ത് ബെൽജിയത്തെ സമനിലയിൽ പിടിച്ചു. അങ്ങനെ തുല്യശക്തികളുടെ ഏത് കുഞ്ഞൻ ടീമും ശക്തമായ പോരാട്ടം നടത്തുന്ന ഒരു വേദിയായി ലോകകപ്പ് മാറിയിരിക്കുന്നു. അത്യന്തം ആവേശകരമായ നിലയിലേക്ക് ലോകകപ്പ് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വന്നിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. വലിയ സന്തോഷകരമായ ആവേശകരമായ കളികളാണ് ആരാധകരെ കാത്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ്.